നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. മാഞ്ചസ്റ്റർ സിറ്റിയെ FC ബാഴ്സലോണ പരാജയപ്പെടുത്തി. പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയാമെങ്കിലും കളി പ്രീ സീസൺ ഫ്രണ്ട്ലി മത്സരമാണ്. അതിനപ്പുറത്തേക്ക് പ്രാധാന്യമൊന്നുമില്ലാത്ത കളിയാണ്. 90 മിനിറ്റ് 2-2 സമനില. അതിനെ തുടർന്ന് പെനാൽറ്റി ഷൂട്ടൗട്ട് നടത്തി. ഷൂട്ടൗട്ടിൽ 4-1 FC ബാഴ്സലോണ വിജയിച്ച് കയറി. ഓർലാൻഡോയിൽ നടന്ന മത്സരത്തിലെ യുവതാരങ്ങളെയാണ് ഇരു ടീമുകളും പ്രധാനമായിട്ടും അണിനിരത്തിയത്. അതൊരു പ്രീ സീസൺ ഫ്രണ്ട്ലി ആണ്, ആ അർത്ഥത്തിൽ മാത്രമേ കാണേണ്ടതുള്ളൂ. എങ്കിലും മാഞ്ചസ്റ്റർ സിറ്റിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ എർലിംഗ് ഹാലൻഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഗ്രീലിഷ് ഉണ്ടായിരുന്നു. മറുഭാഗത്താവട്ടെ പാവു വിക്ടറിനെ മുന്നിൽ നിർത്തി ടോറെ, അതുപോലെ വിക്ടർ റോക്ക് തുടങ്ങിയവരെയൊക്കെ കളിക്കളത്തിലേക്ക് ഇറക്കിക്കൊണ്ടാണ് ഹൻസി ഫ്ലിക്ക് തൻ്റെ ടീമിൻ്റെ ആദ്യ 11 പ്രഖ്യാപിക്കുന്നത്. വിക്ടർ റോക്കിനെ ഔട്ട് ഓഫ് പൊസിഷനിൽ ലെഫ്റ്റ് വിങ്ങിലാണ് കളിപ്പിച്ചത് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതായാലും കളി 2-2 സമനില. 24-ാമത്തെ മിനിറ്റിൽ പാവു വിക്ടറാണ് ബാഴ്സലോണയ്ക്ക് വേണ്ടി ആദ്യം ഗോൾ അടിക്കുന്നത്. എന്നാൽ ഓഴലിയുടെ ഗോളിലൂടെ മാഞ്ചസ്റ്റർ സിറ്റി ഒപ്പം പിടിച്ചു. പിന്നെ ടോറയുടെ ഗോൾ ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് വന്നതോടുകൂടി ബാഴ്സലോണ 2-1 ലീഡുമായിട്ടാണ് ഇടവേളയ്ക്ക് കളിക്കളം വിട്ടത്. പക്ഷേ രണ്ടാം പകുതിയിൽ 60-ാമത്തെ മിനിറ്റിൽ ഗ്രീലിഷിന്റെ ഗോളോടെ മത്സരം 2-2 സമനില. പിന്നെ കളി അവസാനിക്കുമ്പോഴും അത് തന്നെയായിരുന്നു സ്കോർ ലൈൻ. അതിനെ തുടർന്നാണ് ഷൂട്ടൗട്ട് നടത്തിയത്. ഷൂട്ടൗട്ടിൽ 4-1 FC ബാഴ്സലോണ വിജയിച്ച് കയറി. 2 തുടരൻ സേവുകൾ നടത്തിക്കൊണ്ട് ആന്ദ്രേ അസ്ട്രലഗ ബാഴ്സലോണക്ക് വിജയം ഉറപ്പാക്കിയായിരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.